അമ്മ ഞാൻ പോന്നിട്ടില്ല. ആടല്ലേ അത് ഞാൻ തന്നെയാണ്. വഹദത്തിന് തലാത്ത 3-ാം തീയതി കഴിഞ്ഞിട്ടേ കുഞ്ഞാപ്പ് മോൾട്ടി കൂടി നാട്ടിൽ വരുന്നുള്ളൂ. ഞങ്ങളെവിടെ? എനിക്കൊന്നും വേണ്ട, ഈ ആദ്യം ഇങ്ങോട്ട് വായോ. ഞാൻ പറഞ്ഞ എയർപോർട്ട് കൊണ്ടോ. സ്കൂള് തുറക്കാനായി. ഒരക്ഷരം അറിയാത്ത ആരും ഇവിടെ കൊമ്പങ്കാട്ടിൽ നിൽക്കണ്ട. കണ്ടിട്ടും കാണാതെയും പഠിച്ചാൻ വെച്ചാന്ന്. എന്റെ പുറന്ന് ഞാൻ പൊളിച്ചു. തറവാട്ടിലല്ലേ, ഞാൻ അങ്ങോട്ടേക്കാരും വരിക. അമ്മ വെക്കി അറബി വിളിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അല്ലയോ മനസ്സിർ അന്നെ ബൈക്ക് പോവാണ്. ദിനേശ് എനിക്ക് നാളുണ്ട്, ഇത്ര പോരില്ലേ? ഒരാൾ ഗൾഫിൽ നിന്ന് വരാച്ചിട്ട് അതിനൊരു മര്യാദ അല്ലേ? ഓന്റെ ഫോർമാലിറ്റീസിന് ചോദിക്കല്ലേ? ഇതെങ്ങനെ മുഴുവനാക്ക പറയാച്ചു വെച്ചല്ലോ. ഞാൻ പറഞ്ഞുതരാൻ കൊണ്ടായി നടക്കണ്ട്. പാപ്പാ നോക്കിയാണി ഇന്നും തുടങ്ങിട്ടോ. എനിക്കൊക്കെ പഠിച്ചുകൂടോ. ഓലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എനിക്ക് ദാഹിച്ചിട്ട് വെച്ച എന്തേലും കുടിച്ചാൻ കൊണ്ടാ. ഒറ്റ മിനിറ്റ് ഉണ്ടല്ലേ, ഞാൻ ചോദിച്ചോളെ. അർബാബാന കുഞ്ഞാപ്പു വൽദാഹ ഒട്ടക മിൽക്ക് മുസ്കില എന്തേ പറഞ്ഞേ? ABCD പറയേ. ABCD എവിടേലും പോടി. പോയന്റെ താടി. പോയിന്റ് താടിയോ? ഒട്ടക പാല് കുടിച്ചോ. കുഴപ്പമില്ല. അർബാബ് ഓക്കെ ഓളെന്നെ പറഞ്ഞിട്ടുള്ളൂ. അന്റെ മായി തന്നെ ഒരക്ഷരം ഓക്കും അറിയില്ലല്ലോ. ആകെ പോട്ടെ പഠിച്ച. ഒട്ടകം വെച്ച് അകിട് പോന്നു. അർബാബ് ഒട്ടക അകിട് വാറ് പോന്ന് പുറത്തേക്ക് വന്നു. അതല്ല അത് പറയാന്ന്. അത് കിട്ടണില്ല പറയേ. ഞാൻ വിളിച്ച എന്താന്ന് നിച്ചവിടെ നിക്കാൻ പറ്റാ. ഞാൻ പോരുണ്ട് കോയ എനിക്ക് ആ കുട്ടിനെക്കാട്ടി നല്ലൊരു ചെണ്ട വാങ്ങാണ്. എന്നാ പഠിപ്പിച്ചും വേണ്ട, എനിക്ക് പൂജയാകുമ്പോ അങ്ങനെ കൊട്ടും ചോദിച്ചാലോ. പുളിഞ്ചോടെ ഇറക്കാതെ പറഞ്ഞാൽ മതി. ഒരക്ഷരം അവൻ അറിയില്ല. ഇവിടെ സൗദി അറേബ്യയിൽ നെസ്റ്റോലെ ടാങ് എന്ന് പറഞ്ഞ ഒരുപാട് സാധനത്തിന് 10 റിയാലുള്ളൂന്ന്. നാട്ടിലൊക്കെ നല്ല മഴയാണല്ലോ. അമ്മമാർക്ക് ബ്ലാങ്കറ്റ് ഒക്കെ വേണമെന്ന് ഇറങ്ങണം. അതൊക്കെ എന്നാ അന്തം വെക്ക. ഫുൾ ടൈം മൊബൈലിൽ അങ്ങനെ കളിച്ചു കൊടുക്കാന്ന്. അങ്ങനെയാണ് കോയാക്ക് ഓന സ്റ്റഡി ബുക്ക് വാങ്ങി കൊടുക്കേ. ഇപ്പൊ കുട്ടികൾ ഫോണൊക്കെ മാറ്റിച്ച അയിമലാണ്. എനിക്കറിയാം. അപ്പൊ ഇജ്ജും മോൾട്ടിയും 4 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പൊ പടച്ച തമ്പുരാനത് അറബി വരുമ്പോ കൊണ്ടേ ഒട്ടിച്ച 1 കിലോ പിസ്ത, കോടാലിത്തല് 2 മൂവ് കിട്ടുവച്ച. ഗൾഫിൽ നിന്ന് വരുന്നത് കാണാൻ അങ്ങാടി മനസ്സല്ലേ. ആരത് കോയെ എപ്പോഴും വന്നു? ഞാൻ വരുന്ന വരവാ. പുളിഞ്ചോടെ എന്റെ വർത്താനം കേട്ടിക്കാണ് ഞാൻ 6 വരിപ്പാതമ്മ കൂടി പോകും. 4 ചോദിച്ചു കൊടുങ്ങിയല്ലോ റബ്ബേ. പാൽപ്പൊടി ഒരു പാക്കറ്റ് 2 കട്ട. നിങ്ങൾ അവിടെ നിൽക്കി, ഞാൻ ആ സാധനം കൊണ്ടുകൊണ്ട് വരാം. അതാ ബുക്ക് കാണിച്ചു തരാൻ വരികയാണ്. ഇതെങ്ങനെ ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് വരും. നാസർക്കാ നിങ്ങളുടെ 5 കുറച്ച് ബോണ്ടി കൊടുത്തയച്ചിട്ടുണ്ട് എന്റെ അടുത്തേ. നിങ്ങൾ ഇവിടെ ഒന്ന് കൊണ്ടുപോകോ? 16 ബോട്ടി കൊടുത്തു. ആകെ ചേറില് മുങ്ങിയില്ല വണ്ടി. റോഡാ തോടാ. അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് കോയെ മഴ പാടി കൂടി കുറച്ച് ഓർമ്മ വന്നാണ്. അതിന്റെ മുന്നിൽ കാണാൻ നല്ല ചൊറുക്കുണ്ടായി. അതിനൊക്കെ ദുബായ്. മേത്തടിക്കുന്ന സ്പ്രേ, തുണിമടിക്കുന്ന സ്പ്രേ. ചങ്കള ഇതാണ് നമ്മളാ പറഞ്ഞ സ്റ്റഡി ബുക്ക്. അപ്പൊ ഈ ബുക്ക് ഒന്ന് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി പഠിക്കാം. ദുബായ് നല്ല വന്ന് ഒട്ടകത്തിന്റെ പൊളിക്കാൻ നമുക്ക്. ബോട്ടിയാണെങ്കിൽ കപ്പയും വേണം കേട്ടോ, രസം ഉണ്ടാവില്ല. കപ്പൊക്കെ മേടിച്ചു നിങ്ങൾ പോന്നാ മതി. ഇവിടെ ഒരു മാറ്റം ചിലപ്പോഴും. അതിനൊരു മിന്നാന്നല്ലേ പോയത്. അത് നോക്കണ്ട. എന്നാലും വരുമ്പോ പറഞ്ഞില്ലെങ്കിൽ സുഖമില്ല. എന്താ വെയിലല്ല. രാത്രിയായില്ലേ? ഞാൻ രാത്രി 2 മണി എത്തിയപ്പോഴേ. നാസർക്കാ എന്താ സഞ്ചിയില്? കുറച്ച് കിട്ടാനേ ഞാനാണേ മേടിച്ചാണ്. കൂടുതൽ അടക്കും കുറച്ച് മേടിച്ചു. നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു വരട്ടെ. നമ്മടോടെ കായക്കണം. എപ്പ തിന്നു ചോദിച്ചാൽ ഓലൊക്കെ ഞാൻ അവിടെ നിർത്തിക്കാണ്. ദുബൈയിലിട്ടോ ബോട്ട് അടക്കം അടിപൊളി പാക്ക് ചെയ്തിട്ടാ വരും. സൗദി അറേബ്യയിലുള്ള നെസ്റ്റോല് 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി 10 നടക്കാണ്ട് ഒരു ഓഫർ നടക്കുന്നുണ്ട്. അങ്ങക്ക് ബ്ലാങ്കറ്റ് വേണമെന്ന്. ഇതുണ്ടോ, ഇത് തേങ്ങ അരച്ച് വെക്കാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഒട്ടകത്തിന് ആടിന്റെ ഒന്നും ബോട്ടിയല്ല. അതൊക്കെ 10 റിയാലുള്ളൂ.
പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടേ മോൾട്ടിയും കുഞ്ഞാപ്പും കൊണ്ട് വരുള്ളൂ. ആ നെസ്റ്റോക്കാർ വെറുതെ കൊടുക്കുമ്പോൾ സാധനം കൊടുത്തിട്ട് എന്തിനാ മുട്ടായോ താത്താരേ ഞാൻ കൊടുത്ത കപ്പലിൽ ഇതാക്കണു. അൽഹംദുലില്ലാ അന്ന് അമ്മാന്റെ കുട്ടിക്ക് പത്തിനും കോഴി ഞാൻ അവിടെ ഉണ്ടാക്കിച്ചു അത് പോയി തിന്നോളി. ചെങ്കളെ ജൂൺ